വിയൂർ സെൻട്രൽ ജയിലിന് സമീപത്ത് നിന്ന് തമിഴ്നാട് പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പിടിയിലായി. ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ട്രിച്ചിയിൽ നിന്നാണ് ബാലമുരുകൻ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലായത്. മധുര കോടതി റിമാൻഡ് ചെയ്ത ബാലമുരുകനെ ഉടൻ കേരളത്തിലെത്തിക്കാനുള്ള നീക്കത്തിലാണ് തൃശൂർ സിറ്റി പോലീസ്. പോലീസിനെ വെട്ടിച്ച് വേഷം മാറിയും ഒളിച്ചു നടന്നും ബാലമുരുകൻ കഴിച്ചുകൂട്ടിയത് 2 മാസം. എന്നാൽ ബാലമുരുകന് വേണ്ടി ക്യൂ ബ്രാഞ്ച് അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. തെങ്കാശി ആലങ്കുളം കാടായം അമ്മൻകോവിൽ സ്വദേശിയായ ബാലമുരുകൻ ബന്ധുക്കളുമായി സമ്പർക്കം പുലർത്തിയിരുന്ന വിവരം പോലീസ് നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങൾക്കൊടുവിലാണ് ബാലമുരുകൻ വലയിലാകുന്നത്. ഞായറാഴ്ച രാത്രി ട്രിച്ചിയിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടെയായിരുന്നു ക്യൂ ബ്രാഞ്ചിന്റെ നീക്കം. വേഷം മാറി നടന്ന ബാലമുരുകനെ തിരിച്ചറിയുന്നതിനായി ഊട്ടുമല പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പിടിയിലായത് ബാലമുരുകൻ തന്നെയെന്ന് ഉറപ്പിച്ച ശേഷമാണ് തമിഴ്നാട് പോലീസ് ഇയാളെ മധുര പാളയംകോട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. നമ്മളിപ്പോൾ അവിടെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർ താത്കാലിക അവിടെ മാജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജർ ചെയ്തിട്ട് അവിടെ ചിലപ്പോൾ അവിടെ റിമാൻഡ് ചെയ്യും. പിന്നെ അവിടെ നമ്മൾ നമ്മുടെ കേസിൽ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇപ്പോൾ അവിടുത്തെ അവർ എന്ത് കേസിൽ ആളെ റിമാൻഡ് ചെയ്യുന്നുണ്ട് എന്താണ് അത് നോക്കണം. അത് നോക്കിയിട്ട് പറയാം. വിവിധ കേസുകളിലെ അന്വേഷണത്തിനായി തമിഴ്നാട് പോലീസ് വിയൂർ ജയിലിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ ബാലമുരുകൻ നവംബർ 3-നാണ് വിയൂരിനടുത്തുനിന്ന് രക്ഷപ്പെടുന്നത്. കൊലപാതകവും കവർച്ചയും അടക്കം 53 കേസുകളിൽ പ്രതിയായ ബാലമുരുകനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഗുരുതര വീഴ്ചയാണ് തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട ബാലമുരുകനായി പിന്നീട് 2 മാസത്തോളമാണ് കേരള തമിഴ്നാട് പോലീസ് സംഘങ്ങൾ അന്വേഷണം നടത്തിയത്. ന്യൂസ് മലയാളം, തൃശൂർ.